ചോദ്യപേപ്പർ ചോർച്ച കേസിൽ പ്രധാന പ്രതി MS സൊല്യൂഷൻസ് ഉടമ ഷുഹൈബ് കീഴടങ്ങി. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങിയത്. വിശദാംശങ്ങളുമായി ഇംതിയാസ് ചേരുന്നു. ഇംതിയാസ്, അറസ്റ്റ് രേഖപ്പെടുത്തിയോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, അല്പസമയം മുൻപാണ് ചോദ്യപേപ്പർ ചോർച്ചയിലെ ഒന്നാം പ്രതിയായി ചേർത്തിട്ടുള്ള ഷുഹൈബ്, MS സൊല്യൂഷന്റെ CEO ആണ് ഷുഹൈബ്. അല്പസമയം മുൻപാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മുൻകൂർ ജാമ്യ ഹർജി ഷുഹൈബ് നൽകിയിരുന്നു. ആ മുൻകൂർ ജാമ്യ ഹർജി അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ ഈ സംഭവത്തിൽ ഈ ചോദ്യം ചോർത്തി നൽകിയ പ്യൂണിനെ, മലപ്പുറത്തെ ഒരു സ്വകാര്യ സ്കൂളിൽ ജോലി ചെയ്യുന്ന പ്യൂണിനെ, അബ്ദുൽ നാസറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ അറസ്റ്റിന് പിന്നാലെയാണ് ഈ കുറ്റകൃത്യം തെളിഞ്ഞതോടെയാണ് ഇപ്പോൾ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി തള്ളിയത്. ഇന്ന് രാവിലെ അത് തള്ളിക്കൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് വിധി വരികയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു വീട്ടിലെത്തിയുള്ള അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഷുഹൈബ് തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുൻപിലെത്തി കീഴടങ്ങിയത്. ഈ ഷുഹൈബിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നേരത്തെയൊക്കെ താൻ ചോദ്യം പ്രെഡിക്റ്റ് ചെയ്തതാണ്, ചോദ്യം ചോർത്തിയിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ഷുഹൈബ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നത്. അതേസമയം തന്നെ തനിക്ക് ഈ വിഷയത്തിൽ പങ്കില്ല എന്നും നേരത്തെ അറസ്റ്റിലായിട്ടുള്ള അധ്യാപകരായ ഫഹദും ജിഷ്ണു അടക്കമുള്ള അധ്യാപകർക്കാണ് ഈ ചോദ്യം ചോർത്തലിൽ പങ്കുള്ളത് എന്ന രീതിയിലൊക്കെയായിരുന്നു ഷുഹൈബ് അന്ന് മൊഴി നൽകിയിരുന്നത്. എന്തായാലും ഇപ്പോൾ ഷുഹൈബ് ഈ പ്രഡിക്ഷൻ, അതായത് കുറ്റകൃത്യം തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഷുഹൈബ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുൻപിൽ കീഴടങ്ങിയിരിക്കുകയാണ്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ നടക്കേണ്ടതുണ്ട്. ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള മൊയ്തീൻ കുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇനി ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. മോത്തി. ശരി ഇംതിയാസ്.